ഹായ്, ഞാൻ ആതിര. എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫേസ് പാക്കാണ്. നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കാണ്. നമ്മുടെ ഗോതമ്പ് വെച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 സ്പൂൺ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ അത്രയും എടുക്കാം കേട്ടോ. അടുത്തിത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കണേ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിലേക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അത് മിക്സ് ആവാൻ പാകത്തിന് അത്രേ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ മിക്സ് ആവണം അത്രയും ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് തന്നെ ഒഴിക്കണം എന്നുമില്ല. നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, പാല് യൂസ് ചെയ്യാം, കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം, പിന്നെ കുക്കുംബർ ആയിരുന്നാലും യൂസ് ചെയ്യാം, പിന്നെ അലോവേര ജെല്ലോ. അങ്ങനെ ഇത് നമുക്ക് ഫേസിന് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി ഏത് സ്കിന്ന് ടൈപ്പാണ് അതനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന എന്തായിരുന്നാലും മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് വേണോ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അത് കാരണം അപ്പോഴേ നന്നായിട്ടത് മിക്സ് ആവുള്ളൂ. സോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിന് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാം, നെക്കിൽ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതും പ്രശ്നമല്ല. ഇതിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉള്ളത് കാരണം നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളതൊക്കെ മാറും റെഗുലറായിട്ട് ചെയ്താൽ. പിന്നെ ലിപ്സിൽ ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉള്ളത് കാരണം നിങ്ങളുടെ ലിപ്സിലെ ഡാർക്ക്നെസ് ഒക്കെ പോവും. സോ നിങ്ങൾക്ക് ലിപ്സിലും അത് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കും ഇത് നല്ലതാണ്. ഡാർക്ക് സർക്കിൾസ് മാറാനും ഇത് നല്ലതാണ്. അപ്പോൾ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫേസ് അനക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ടും ഡ്രൈ ആവും, ടൈറ്റായിട്ടിരിക്കും ഫേസ്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടൊന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ബ്രൈറ്റ് ആയില്ലേ ഫേസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അലോവേര ജെല്ല്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഏത് മോയ്സ്ചറൈസർ ആയിരുന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഗോതമ്പ് മാവ് ഇടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഡ്രൈ ആവും ഫേസ്. അത് കാരണം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ മിസ്സാവാതെ കാണാൻ പറ്റും. ഇനി അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.